വാർത്തകൾ തുടർന്നു. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയാണ് നിർണായകമായത്. വൈദ്യപരിശോധനയ്ക്കായി ഷൈനെ ആശുപത്രിയിൽ എത്തിച്ചു. ലഹരി ഇടപാടുകാരുമായുള്ള ഫോൺ വിളി വിവരങ്ങളാണ് ഷൈനിനെ അറസ്റ്റിലേക്കടക്കം നയിച്ചത്. ഫോൺ വിളിച്ചത് എന്തിനെന്ന് ഷൈന് തെളിയിക്കാൻ ആയിട്ടില്ല. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ഈ ഫോൺ വിളിച്ചത് എന്തിനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷൈന് തെളിയിക്കാൻ ആകാതിരുന്നത്. ഷൈന്റെ മുടിയും രക്തവും നഖവും അടക്കം പരിശോധിക്കും. മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള എല്ലാ പരിശോധനയും അടക്കം തന്നെ നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് അടക്കം ഉള്ളത്. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെങ്കിലും ഈ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന്റെ ഫലം കേസിൽ അതിനിർണായകമാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിജിതയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിജിത, ഈ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് എങ്കിൽ പോലും ഈ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന്റെ ഫലം വരുമ്പോൾ അത് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ തന്നെ ഈ ഒരു കേസ് കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കടക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ വൈദ്യ പരിശോധനാ ഫലങ്ങൾ, പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റുകളുടെ ഫലങ്ങളൊന്നും തന്നെ ഏകദേശം കുറച്ച് സമയമെടുക്കും, കുറച്ച് ദിവസങ്ങൾ എടുത്താണ് പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ചുമത്തിയിരിക്കുന്ന ഈ ഒരു NDPC വകുപ്പ് പ്രകാരമാണ്, സെക്ഷൻ 27, 29 പ്രകാരമാണ് ഗൂഢാലോചന, ലഹരി ഉപയോഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പുകളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിടാനുള്ള സാധ്യത ഏകദേശം ഉറപ്പായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. കാരണം നിലവിൽ ചുമത്തിയിരിക്കുന്ന ഈ ഒരു വകുപ്പുകൾ പ്രകാരം ജാമ്യത്തിൽ വിടാനുള്ള കേസാണ് ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വൈദ്യപരിശോധനാ ഫലങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ഈ ഒരു ഫലം വന്നതിന് ശേഷം ഇനി അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ ഒരു പരിശോധനാ ഫലങ്ങൾ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൃത്ത നിലവിൽ ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിച്ചു അല്ലേ? ശരിയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ പോലീസും നമുക്ക് നൽകുന്ന വിവരം. വൃന്ദ, ആദ്യത്തെ ചോദ്യം ചെയ്യലിലടക്കം തന്നെ ഈ ഷൈൻ ടോം ചാക്കോ വലിയ രീതിയിൽ പ്രതികരിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വലിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പോലീസിന്റെ മുന്നിൽ ഹാജരായത് അടക്കം തന്നെ. പക്ഷേ പിന്നീട് ഷൈൻ ടോം ചാക്കോയുടെ ഈ മൊഴിയെടുക്കൽ, വിശദമായ ചോദ്യം ചെയ്യൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആ കോൺഫിഡൻസ് എല്ലാം പതറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു അല്ലെ? വിശദമായ മൊഴി എന്തൊക്കെയായിരുന്നു? സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴിയിൽ നിന്നും വലിയൊരു മാറ്റത്തിലേക്കാണ് പിന്നീട്, ആദ്യം നൽകിയ മൊഴിയിൽ നിന്നും പിന്നീട് അവസാന ഘട്ട ചോദ്യം ചെയ്യലിലേക്കെല്ലാം എത്തുമ്പോൾ തന്നെ വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയാണ് മാറിയിരുന്നത്. എല്ലാം തുറന്നു സമ്മതിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ മൊഴി എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളെ പോലെ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയത്. തനിക്ക് ഇതുമായി ബന്ധമില്ല, അല്ലെങ്കിൽ തനിക്ക് ഈ പറയുന്ന ആളെ അറിയില്ല, ലഹരി ഉപയോഗിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ പിന്നീടാണ് ഇത്തരത്തിൽ വീണ്ടും കൂടുതൽ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കെല്ലാം പോയതിനെ തുടർന്നാണ് ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ തനിക്ക് ഈ ഒരു കേസുമായി അല്ലെങ്കിൽ ലഹരി ഇടപാടുകാരനായ സജീറിനെ അറിയാമെന്നുള്ള ഒരു കാര്യം പറയുന്നത്. ആ ഒരു ഡാൻസ് ഓഫ് സംഘം ഈ ഒരു സ്വകാര്യ ഹോട്ടലിലെല്ലാം തന്നെ എത്തിയത് ഈ സജീർ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ട് എന്നറിഞ്ഞു തന്നെയാണ്. അതിനെ തുടർന്നാണ് ഷൈൻ ടോം ചാക്കോ അവിടുന്ന് രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. ഇപ്പോൾ നൽകിയ മൊഴിയിൽ ഈ ഒരു ലഹരി ഇടപാടുകാരനെ അറിയാമെന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നു. അതോടൊപ്പം തന്നെ 20,000 രൂപയുടെ എല്ലാം തന്നെ സാമ്പത്തിക ഇടപാട് ഈ ഒരു വ്യക്തിയുമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഈ രേഖകളെല്ലാം തന്നെ പോലീസിന്റെ കയ്യിൽ നേരത്തെ ഉള്ളതാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇനി ഇതിൽ അറിയേണ്ട കാര്യം, കൂടുതൽ അറിയേണ്ട കാര്യങ്ങളും ഇത് തന്നെയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ് ഡീലിങ്സ് അല്ലെങ്കിൽ ഈ ഒരു ലഹരിയുമായി ഇടപാട് വേറെ ഏതൊക്കെ തരത്തിൽ ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ ആരിലേക്കെല്ലാം ഇത്തരത്തിൽ ഒരു
ഡീലിങ്സുമായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം.